77ാമത് റിപ്പബ്ലിക് ദിന പരേഡിന്റെ റിഹേഴ്സലുകൾ കർത്തവ്യപഥിൽ തകൃതിയായി നടക്കുകയാണ്. ദേശീയഗാനത്തിന്റെ 150ാം വാർഷികത്തെ അനുസ്മരിക്കുന്ന വന്ദേ മാതരമാണ് റിപ്പബ്ലിക് ദിനത്തിന്റെ പ്രമേയം. കനത്ത മൂടൽമഞ്ഞിൽ ഇത്തവണത്തെ പരേഡും ഗംഭീരമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സേനാംഗങ്ങൾ. ഇന്ത്യൻ സേനയുടെ പുതിയ മുതൽക്കൂട്ടായ ഭൈരവ് ബറ്റാലിയന്റെ ആദ്യ പരേഡാണ് ഇത്തവണത്തേത്. ആധുനിക യുദ്ധമുറകളാണ് ഇവരുടെ കരുത്ത്. 250 പേർ അടങ്ങുന്ന ഈ സംഘത്തിലെ എല്ലാ സൈനികരും ഡ്രോണുകൾ പ്രവർത്തിപ്പിക്കുന്നതിൽ സമർത്ഥരാണ്. പെഹൽഗാം ആക്രമണത്തിൽ പാകിസ്ഥാനെ വിറപ്പിച്ച ഫൈറ്റർ ജെറ്റുകളുടെ അഭ്യാസ പ്രകടനം പരേഡിന് മാറ്റുകൂട്ടും. പതിവ് പരേഡുകളിൽ നിന്നും ഇത്തവണ കർത്തവ്യപഥ് സാക്ഷിയാകുന്നത് ആർമി ആനിമൽ മാർച്ചിനാണ്. ഇന്ത്യൻ സൈന്യത്തിനൊപ്പം പ്രവർത്തിക്കുന്ന മൃഗസേന ആദ്യമായി പരേഡിലൂടെ സല്യൂട്ട് വേദിക്ക് മുന്നിലൂടെ മാർച്ച് ചെയ്യും എന്നതാണ് ആ പ്രത്യേകത. യുദ്ധഭൂമിയിൽ നമ്മുടെ സേനയ്ക്കൊപ്പം ജീവൻ പണയപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഈ മൃഗങ്ങൾ രാജ്യത്തിന്റെ പ്രതിരോധത്തിൽ യന്ത്രങ്ങൾ മാത്രമല്ല, വിശ്വസ്തരായ ഈ സംഘവും നിർണായകമാണ് എന്ന് ലോകത്തിനു മുന്നിൽ ഓർമ്മപ്പെടുത്തുന്നു. കരസേനയുടെ റീമൗണ്ട് ആൻഡ് വെറ്റനറി കോർപ്സ് ആണ് ഈ പരേഡിൽ മാർച്ച് ചെയ്യുന്നത്. പരേഡിന്റെ മുൻനിരയിൽ പ്രവേശിക്കുന്നത് 2 ബാക്ട്രിയൻ ഒട്ടകങ്ങളായിരിക്കും. പിന്നാലെ 4 സാൻസ്കാർ പോഡികൾ. അതിർത്തി കാക്കുന്ന സൈനികരെ പെട്രോളിംഗിൽ ഇവർ സഹായിക്കും. 4 റാപ്റ്റർ പക്ഷികൾ. വ്യോമ നിരീക്ഷണത്തിനും ശത്രു ഡ്രോൺ പ്രവർത്തനങ്ങൾ, ദൂരനിരീക്ഷണം തുടങ്ങിയവയിൽ ഇവരുടെ പങ്ക് വലുതാണ്. നായസേന. രക്ഷാപ്രവർത്തനങ്ങളിൽ നിന്ന് ബോംബ് സ്ക്വാഡ് സഹായം വരെ ഇവരിൽ നിന്ന് ലഭ്യമാണ്. വിദേശ നായ ഇനങ്ങൾക്ക് പകരം മുധോൾ, റാംപൂർ ഹൗണ്ട്, കൊമ്പെ, രാജാപാളയം ഇവരെല്ലാം ഈ സംഘത്തിലുണ്ട്. കുതിരപ്പുറത്തേറി ചുവന്ന കോട്ടുകളും തിളങ്ങുന്ന തലപ്പാവും ധരിച്ച് രാഷ്ട്രപതിയെ പരേഡ് ദിനത്തിൽ സ്വാഗതം ചെയ്യുന്ന അംഗരക്ഷകരെ ഓർമ്മയില്ലേ? ഇന്ത്യൻ സേനയിലെ ഏറ്റവും പ്രഗത്ഭരായ വ്യക്തികളാണ് രാഷ്ട്രപതിയുടെ അംഗരക്ഷക ടീമിലുള്ളത്. റിപ്പബ്ലിക് ദിന പരേഡിൽ ഇവരുടെ പ്രകടനം ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. വിവിധ സംസ്ഥാനങ്ങളുടെ നിശ്ചല ദൃശ്യങ്ങളും റിപ്പബ്ലിക് ദിന പരേഡിനൊപ്പം അണിനിരക്കും. ചെങ്കോട്ടയിൽ നടന്ന സ്ഫോടനത്തിന്റെ സാഹചര്യത്തിൽ അതീവ സുരക്ഷയാണ് ഇത്തവണ ഒരുക്കിയിട്ടുള്ളത്. ഇത്തവണത്തെ ആഘോഷത്തിൽ യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ മുഖ്യ അതിഥികളായിരിക്കും. ദീർഘകാലമായി തീർപ്പാകാതെ കിടക്കുന്ന സ്വതന്ത്ര വ്യാപാര കരാർ ചർച്ചകൾ പുരോഗമിക്കുന്നതിന്റെ വേളയിലാണ് ഇരു നേതാക്കളും ഇന്ത്യയിലേക്ക് എത്തുന്നത്.